5 മുതൽ 6% വരെ കാർബൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏറ്റവും ക്രൂഡ് ആയിട്ടുള്ള ഇംപ്യൂർ ആയ അയണിനെയാണ് നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കാറുള്ളത്. ഈ പിഗ് അയണിന്റെ മാനുഫാക്ചർ നമ്മൾ ചെയ്യുന്നത് സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ഈ സ്മെൽറ്റിംഗിൽ നിന്നാണ് അയൺ ഓറിൽ നിന്ന് നമ്മൾ പിഗ് അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. എവിടെ വെച്ചാണ് നമ്മൾ ഈ ഒരു സ്മെൽറ്റിംഗ് ചെയ്യുക? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഫർണസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പിഗ് അയണിന്റെ സ്മെൽറ്റിംഗ് ചെയ്യുന്നത്. ഈ ബ്ലാസ്റ്റ് ഫർണസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 30 മുതൽ 36 മീറ്റർ വരെ ആയിരിക്കും ഇതിന് ഹൈറ്റ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ആയിരിക്കും ഇവരുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റ് ഫർണസിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ സ്റ്റാക്ക് അല്ലെങ്കിൽ ഇൻവോൾ എന്ന് വിളിക്കാറുള്ളത്. 18 മീറ്ററോളം ആയിരിക്കും ഇതിന് ഹൈറ്റ് ഉണ്ടായിരിക്കാം. ദെൻ ഇനി നമ്മുടെ പിഗ് അയണിന്റെ ബേണിംഗ് നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലെ ബോഷ് എന്ന് പറയുന്ന ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഹോട്ടസ്റ്റ് പാർട്ടായിട്ട് അല്ലെങ്കിൽ ബേണിംഗ് സോൺ ആയിട്ട് നമ്മൾ ബോഷിനെയാണ് പറയാറുള്ളത്. ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ വരുന്ന ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് ഹെർത്ത് അല്ലെങ്കിൽ ക്രൂസിബിൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് പിഗ് അയണിനെയും പിഗ് അയണിനോടൊപ്പം കിട്ടുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്ലാഗിനെയും കളക്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഒരു ബ്ലാസ്റ്റ് ഫർണസുമായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് പലവിധ എക്സാമുകൾക്കായിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് യൂസ്ഫുൾ ആവട്ടെ.